പീസ് ബി അപ്പോൺ യു. ഫുട്ബോൾ ഭ്രാന്ത് നല്ലത് തന്നെ. പക്ഷേ ആ ഭ്രാന്ത് മൂത്ത് ഫാൻ സോണുകളിലും മറ്റും ചെന്ന് തങ്ങൾ പിന്തുണക്കുന്ന ടീമിൻ്റെ എതിർ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് വഴക്കുണ്ടാക്കുകയും അവരുമായി ഏറ്റുമുട്ടൽ നടത്തുകയും ഒക്കെ ചെയ്താൽ പലപ്പോഴും അതിൻ്റെ ഫലം ജയിൽ ശിക്ഷ ആയിരിക്കും, പ്രത്യേകിച്ച് ഖത്തറിൽ. ഇവിടെ പൊതുയിടങ്ങളിൽ വഴക്കുണ്ടാക്കൽ, അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിക്കൽ, പൊതുസ്ഥലത്ത് ശാരീരികമായി ആക്രമിക്കൽ തുടങ്ങിയവതൊക്കെ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളാണ്. ഖത്തർ പീനൽ കോഡ് പ്രകാരം പൊതുസംഘർഷങ്ങളിലേർപ്പെടുന്നത് ഉടനടി അറസ്റ്റ്, കനത്ത പിഴ, തടവ്, പ്രവാസികളാണെങ്കിൽ നാടുകടത്തൽ എന്നിവയ്ക്ക് കാരണമാകാൻ എല്ലാ സാധ്യതയുണ്ട്. പൊതുക്രമസമാധാനത്തെ തകർക്കുന്ന എല്ലാത്തരം കുഴപ്പങ്ങളും, അത് വളരെ ചെറിയ വഴക്കായി ആരംഭിച്ചതാണെങ്കിൽ പോലും, പൊതുസുരക്ഷയും ക്രമസമാധാനവും ലംഘിച്ചതിന് പ്രോസിക്യൂഷന് വിധേയമാക്കപ്പെടും, ഉറപ്പാണ്. ഇപ്പോൾ അനുഭവം ഉണ്ടായി. അസഭ്യ ഭാഷ ഉപയോഗിക്കുക, മോശമായ അംഗവിക്ഷേപങ്ങൾ നടത്തുക, അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ ആക്രമണാത്മകമായി ബഹളം വെക്കുക, പിന്നെ ഇതൊക്കെ കുറ്റകരമാണ്. ഇവയൊക്കെയും ആർട്ടിക്കിൾ 290 പ്രകാരം ഈ 6 മാസം വരെ തടവോ 3000 ഖത്തർ റിയാൽ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടും. ഒരാൾക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്നതും അവരെ ശപിക്കുന്നത്, അവരുടെ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം വരുത്തുന്നതും, അതുമല്ലെങ്കിൽ പരസ്യമായി അവരെ അപമാനിക്കുന്നതുമൊക്കെ 3 മാസം വരെ തടവും അല്ലെങ്കിൽ ഖത്തർ റിയാൽ 1000 റിയാൽ വരെ പിഴയും ക്ഷണിച്ചു വരുത്താവുന്ന കുറ്റങ്ങളാണ്. ഈ ശാരീരിക ആക്രമണം ഉൾപ്പെട്ടാൽ, അതല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയോ പോലീസ് ഉദ്യോഗസ്ഥനെയോ ഒക്കെ അവരുടെ ഡ്യൂട്ടി നിർവഹണത്തിന് തടസ്സമുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുകയോ അവരോട് കയർക്കുകയോ ഒക്കെ ചെയ്താൽ നിരവധി വർഷത്തെ തടവും വലിയ പിഴയും വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെന്നുള്ളത് കൂടി ഓർമ്മിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പൗരന്മാരല്ലാത്തവരും പ്രവാസികളും ഇങ്ങനെ പൊതുയിടങ്ങളിൽ വഴക്കിനോ അക്രമത്തിനോ ശിക്ഷിക്കപ്പെട്ടാൽ ജുഡീഷ്യൽ ശിക്ഷ പൂർത്തിയായതിനു ശേഷം അവർ നിർബന്ധിതമായി നാടുകടത്തലിന് വിധേയരാക്കപ്പെടും എന്ന കാര്യം അത് നമ്മളെല്ലാവരും ഓർമ്മിക്കുക. പൊതുസ്ഥലത്ത് ഒരു തർക്കത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടാൽ നിങ്ങൾ ശാരീരികമായി പ്രതികരിക്കുന്നത് ഒഴിവാക്കണം. പകരം ഉടൻ തന്നെ മാറി നിന്ന് ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ അടുത്ത് ഈ മറ്റേ ഫേമസ് ഫുട്ബോൾ ടീമുകളുടെയൊക്കെ ആരാധകർ ഫാൻ സോണുകളിൽ ചെന്ന് ചേരിതിരിഞ്ഞ് വഴക്കും വക്കാണവും കുഴപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. പൊതുസ്ഥലത്ത് വഴക്കുണ്ടാക്കുന്നത് ഇപ്പോൾ ഫുട്ബോളിൻ്റെ എന്നല്ല, അല്ലാതെ തന്നെ സാധാരണഗതിയിൽ പൊതുസ്ഥലങ്ങളിൽ വഴക്കുണ്ടാക്കുന്നത്, അടിപിടി കൂടൽ, ഇതൊക്കെ കുറ്റകരമാണ് എന്ന് ഓർക്കുക. ഈ രാജ്യത്തിൻ്റെ നിയമവും ഇവിടുത്തെ വ്യവസ്ഥകളും അംഗീകരിച്ച് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാണ്, ഇവിടുത്തെ സാമൂഹിക ക്രമസമാധാന പാലനത്തിനാണ്. അത് നമ്മൾ മനസ്സിലാക്കി ഈ രാജ്യത്തിലെ നിയമവും ഈ രാജ്യത്തിലെ നീതിയുമൊക്കെ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ എല്ലാവരും ആ രീതിയിൽ ഇതിനെ വളരെ ഗൗരവമായി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.